വക്രദൃഷ്ടി തുടരുന്നു. മുഖ്യമന്ത്രിയുടെ പോലീസ് സംബന്ധമായ ഉപദേഷ്ടാവായി മുൻ DGP രമൺ ശ്രീവാസ്തവയെ നിയമിച്ചതോടെ ഉപദേശകരുടെ എണ്ണം 7 ആയി. മുഖ്യമന്ത്രി ഉപദേശകരുടെ എണ്ണം കൂട്ടുന്നത് എന്തിനാണെന്ന് PC ജോർജിന് മനസ്സിലാകുന്നില്ല. മുഖ്യമന്ത്രി എന്നാൽ പൂഞ്ഞാറിലെ MLA പണി പോലെ അല്ല, പിടിപ്പത് പണിയുള്ള ജോലിയാണ്. വിവിധങ്ങളായ ഉപദേശങ്ങൾ കേൾക്കേണ്ടി വരും. എല്ലാവരും കൂടി ഉപദേശിച്ച് പിണറായിയെ ഒരു വഴിക്കാക്കരുതേ എന്നാണ് PC ജോർജിൻ്റെ ഉപദേശം. എനിക്ക് ചിരുവെന്തെന്നറിയാം, ഒരു 10-15 ഉപദേശകന്മാരായി, ഉപദേശകന്മാരെല്ലാം കൂടെ ഉപദേശിച്ച് കുളമാക്കരുതെന്നൊരു അഭിപ്രായം എനിക്ക്. എൻ്റെ അഭിപ്രായത്തിൽ പറയുന്ന കണക്കിടെ പറയാൻ പാടില്ല. ഗവർണർ ഉണ്ടല്ലോ, അങ്ങനെ 2 ഉപദേശകന്മാരെ വരുള്ളൂ ജനാധിപത്യ ഗവൺമെൻറ്. അല്ലെങ്കിൽ ഇത് 15 ഉപദേശകന്മാർക്ക് തിയേറ്റർ കൊടുക്കുന്നതിനും ഭേദം 2 ഉപദേശകന്മാർക്ക് അഡ്വൈസർമാർ 2 വരുള്ളൂ. ഇനി മുതൽ തമ്പുരാന്റെ ഓരോ പ്രവൃത്തികളും ഞങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും. അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ തമ്പുരാന് കുതിരയാണെങ്കിൽ അതിന് കരിഞ്ഞായിരിക്കും ഞങ്ങളുടെ കയ്യിലായിരിക്കും. ചില ചട്ടങ്ങളും നിയമങ്ങളും ഇന്നു മുതൽ ഞങ്ങൾ നിലവിൽ വരുത്താൻ പോവുകയാണ്. അവർക്ക് തിയേറ്റർ കൊടുക്കുന്നതായിരിക്കും മലയാളിക്ക് ലാഭം എന്ന് എൻ്റെ അഭിപ്രായം. പറയേണ്ടി വന്ന് ദുഃഖമുണ്ട്. 15 ഉപദേശകർ, ഇവർ എന്നാ പണി? ഉപദേശകന്മാർക്ക് പോലീസിന് ഉപദേശകൻ, കോടതിക്ക് ഉപദേശകൻ, വക്കീലന്മാർക്ക് ഉപദേശകൻ, ബ്രിട്ടാസ് ഉപദേശകൻ, അല്ല MP ജയരാജൻ ഉപദേശകൻ, പിന്നെ നമ്മുടെ EP ജയരാജൻ ഉപദേശകൻ ഇപ്പോൾ വരാൻ സാധ്യതയുണ്ട്, മണിസഖാവ് ഉപദേശകൻ. പിണറായിക്ക് എന്ത് പറ്റി എനിക്കറിയില്ല. ഉപദേശകന്മാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റും. ആവശ്യമില്ലാത്ത ഉപദേശകന്മാർ സർക്കാരിൻ്റെ ഖജനാവിൻ്റെ പണം വെട്ടിവെടി പുട്ടടിക്കാൻ വേണ്ടി കൊറോണത്തെ വെക്കുന്നുള്ളതല്ലാതെ അതൊന്നൊരു ചോദ്യം. ഈ ഉപദേശകന്മാരെല്ലാം കൂടെ കൂടിയിട്ട് ഇതാ പരുവെങ്കിൽ ഉപദേശകന്മാരില്ലാതിരുന്നാൽ എന്താണെന്ന് പിണറായി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണെന്നാണ് PC ജോർജിൻ്റെ അഭിപ്രായം. ഇരിക്കട്ടെ എന്ന് നമ്മൾ ഒരു ഉപദേശകന്മാരുണ്ടാകുന്നത് നല്ലതല്ലേ? ശരി ശരി. വലിയ ബുദ്ധികളുള്ള അവിടെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ടാണ് അവർ ചുറ്റുവട്ടും ഉപദേശകർ നിർത്തിയിരിക്കുന്നത്. CPIക്ക് ഉപദേശകർ വേണ്ട. ഞങ്ങൾ ചുമതലയേൽപ്പിച്ച ചന്ദ്രശേഖരന് ഈ കാര്യത്തിൽ നല്ല പഴക്കവും തഴക്കവുമുണ്ട്, നല്ല പരിചയവുമുണ്ട്, നല്ല വിവരമുണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ശ്രമിക്കാത്തത്. ചെറുക്കൻ കീടക്കി തിമിർത്ത് കാലക്കി. പോലീസിന് നല്ല ഉപദേശം കിട്ടേണ്ടത് തന്നെയാണ്. അതില്ലാത്തത് കൊണ്ടാണ് പോലീസ് ഇങ്ങനെ വഴിയെ പോകുന്നവരെ പിടിച്ച് അകത്തിട്ട് ഗൂഢാലോചന കേസ് തലയിൽ വെക്കുന്നത്. അകത്ത് കിടക്കേണ്ടവരാണെങ്കിൽ അന്വേഷണത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് കോടതി വഴി പുറത്തിറങ്ങുകയും ചെയ്യുന്നു. ഷാജഹാനെ അറസ്റ്റ് ചെയ്ത് എന്തിനാ? ആ തോക്കുസ്വാമി അയാൾ അതിലെ പൊക്കോളുകയില്ല. അയാളെ പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അയാൾ ഈ തോക്കുസ്വാമി രസം എന്ന് വെച്ചാൽ തലേദിവസം വിളിച്ചിരുന്നു. അതുകൊണ്ട് ഞാനിത് അറിയുന്നത്. അദ്ദേഹം നാളെ എന്നോട് പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്ത് DGP കാണാൻ വരുന്നത്, എന്താ വിശേഷം? കുറേ ഏറെ വിശേഷമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചന്തക്ക് പോണ വഴിയാ പച്ചക്കറി വാങ്ങിക്കാൻ. പിന്നെ രാവിലെ 11 മണി ഞാൻ അകത്ത് കിടക്കുന്ന കേൾക്കുന്നു. ഒന്ന് ആലോചിച്ച്, എന്തൊരു കഷ്ടകാലാണ്. അതായത് ഒരു സമരം നടക്കുന്ന നോക്കി നിന്നാൽ അറസ്റ്റ് ചെയ്യുന്ന ഞാൻ എന്തൊരു നാണം കെട്ട പോലീസായത്. ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിൽ ചില പെരുമാറ്റ വൈകല്യം ബാധിച്ചില്ലേ എന്നും PC ജോർജ് സംശയിക്കുന്നു. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആ മനോജ് അബ്രഹാം, അയാളൊരു നല്ല പോലീസ് ഓഫീസറായിരുന്നു, കൈക്കൂലിക്കാരനല്ല, സത്യസന്ധന ഓഫീസറാണ്. അങ്ങേർക്ക് പോലും സ്വഭാവമാറ്റം വന്നിരിക്കുന്നു. എന്തോ വിഷം കയറിയിരിക്കുക. ഡിപ്പാർട്ട്മെന്റിനെ അപമാനിച്ചാരാണ്? പോലീസ് പുല്ലാണെന്ന് പറഞ്ഞാരാണ്? നിങ്ങളാണോ പോലീസ് പുല്ലാണെന്ന് പറഞ്ഞത്? നിങ്ങളാണോ പോലീസ് പുല്ലാണെന്ന് പറഞ്ഞത്? ആ KSU പിള്ളേരോട് ഇരിയടാ നമ്മൾ കണ്ടായിരുന്നോ? നമുക്ക് പിന്നീട് തല്ലാം. അപ്പൊ എനിക്ക് ടൈം ഉണ്ടാവില്ല. എനിക്ക് ഇപ്പൊ തല്ലണം. ഈ പോലീസ് നടപടിയിലുണ്ടായിരിക്കുന്ന അപാകതകൾ എന്താണെങ്കിലും ഗവൺമെന്റ് ഇടപെടണം. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ നടപടി ഉണ്ടാകും. എത്രയും അടുത്ത മുഹൂർത്തത്തിൽ ഈ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി പ്രക്ഷോഭം ആരംഭിക്കാനാണ് ജനപക്ഷത്തിന്റെ തീരുമാനം. നമ്മൾ സടകുടഞ്ഞ് എഴുന്നേക്കേണ്ട സമയമായിരിക്കുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ വൈകി എന്ന് തന്നെ പറയാം. ഇത് ഈസ്റ്റർ അതുപോലെ തന്നെ വിഷു ഒക്കെ ആയതുകൊണ്ട് അതിനുശേഷം 3-ാം തീയതി എന്താ ആഴ്ച? വെള്ളിയാഴ്ച ആണല്ലോ.
എന്റെ മൂത്ത മകളുടെ കുഞ്ഞിന്റെ ചോറൂണ. എന്നാ 4-ാം തീയതി ഓക്കെ. ശക്തമായ സമരപരിപാടികൾ വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് നടത്താനാണ് ഇന്ന് പാർട്ടി കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. വീണ്ടും ഇടവേള. പുതുപ്പള്ളിയിലെ കർഷകൻ. ഒട്ടക്കാലം വാറകലമൊന്നു ഒട്ടക്കാലം വാറകലമൊന്നു മൂവാണ്ടനരുവളു ചുറ്റുകളൊന്നു കളഞ്ഞു